സഹോദരിമാരായ വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐ കേസിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പെൺകുട്ടികളുടെ അമ്മ രംഗത്ത്. അട്ടപ്പാടി മധു കേസിൽ പ്രോസിക്യൂട്ടറായിരുന്ന രാജേഷ് എം മേനനെ വാളയാർ കേസിൽ നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചില്ലെന്നും കേസ് വീണ്ടും അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ ജില്ലയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡറും നിരവധി പോക്സോ കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് പയസ് മാത്യുവിനെ വാളയാർ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. എന്നാൽ തന്റെയും സമരസമിതിയുടെയും താൽപര്യം പരിഗണിക്കാതെയാണ് നിയമനമെന്ന് പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞു. കാരണം നമ്മൾക്ക് പരിചയമില്ലാത്തൊരു വക്കീലിനെ, പേര് പോലും കേട്ടുകഴിവില്ലാത്തൊരു വ്യക്തിനെയാണ് ഇപ്പോൾ അവർ വെച്ചിട്ടുള്ളത്. അതിൽ ഈ വക്കീലുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും താല്പര്യമില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അപേക്ഷ കൊടുത്തിട്ടുള്ളത് രാജേഷ് മേനോനെ മതി തന്നെയാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ വക്കീലുമാരുടെ പേര് മാറ്റി മാറ്റി പറഞ്ഞിട്ട് അവരെ കൊണ്ടുവയ്ക്കുന്നു എന്നുള്ളത് അറിയില്ല. രാജേഷ് മേനോനെ എന്തുകൊണ്ട് ഇവർ ഭയക്കുന്നത്? അട്ടപ്പാടി മധു കേസിൽ പ്രോസിക്യൂട്ടറായിരുന്ന രാജേഷ് എം മേനോനെ വാളയാർ കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പരിഗണിക്കാതെ മറ്റൊരാളെ നിയമിച്ചത് കേസ് വീണ്ടും അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും അമ്മ പറയുന്നു. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ 7 വർഷമായി നീതിക്ക് വേണ്ടി തെരുവിൽ തന്നെയാണ്. ഇപ്പോഴും നമുക്ക് നീതി കിട്ടിയിട്ടില്ല. മാത്രമല്ല കേസ് വീണ്ടും അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ടാണ് അവർ വക്കീലിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേസ് നല്ല രീതിയിൽ ഇനിയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ രാജേഷ് മേനോനെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആവശ്യം. 2017 ജനുവരി 13 വാളയാർ പെൺകുട്ടികളിൽ മൂത്ത സഹോദരിയെയും മാർച്ച് 4 ഇളയ സഹോദരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടതോടെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. സിബിഐയുടെ ആദ്യ കുറ്റപത്രം തള്ളിയ കോടതി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. രണ്ടാമതും കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് പ്രോസിക്യൂട്ടർ നിയമനം വിവാദമാകുന്നത്. എന്നാൽ സർക്കാർ ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്നും പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് പയസ് മാത്യു പറഞ്ഞു. ന്യൂസ് മലയാളം, പാലക്കാട്.